Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay. Start ചെയ്യാം നമുക്ക്. Start ചെയ്തോളൂ. Prayer, thought of the day, sign in. Okay. Prayer Silas. Yeah. Okay. Okay. Good afternoon, Miss, and good afternoon, my dear friends. Today's thought is you are brave than you believe, and stronger than seem, and smarter than you think. നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ ധീരനും തോന്നുന്നതിലും ശക്തനും നിങ്ങൾ ചിന്തിക്കുന്നതിലും മിടുക്കനുമാണ്. താങ്ക് യു. Okay. Then sign in and log. Miss. Good afternoon. Can you start my speech? Hello, everybody. How are you today? It's time to move your body and learn to play. Hello to my teacher. How are you today? I am going to listen to when you say hello to my friend. How are you today? I am going to share my joys with you today. I hope everybody will you have a good day. All of you welcome today's class. Thank you. Okay. So let's start today's class. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു? നിങ്ങൾ പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നോ? Yes. Yes. എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തില് കൺഫ്യൂഷൻ ആയി മിസ്സേ. അതെന്താണ് അങ്ങനെ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോയോ? എന്ത് പറ്റി? രണ്ടെണ്ണം തെറ്റിപ്പോയി. Okay. പിന്നെ എന്താണെന്ന് പറയൂ. ഇത് തോന്നി, എന്ത് പറ്റി? കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞു. എന്താണത്? കുഴപ്പമില്ലായിരുന്നു മിസ്സേ. ആ പറഞ്ഞതൊക്കെ വെച്ച് അത്യാവശ്യം ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പോ ഇന്ന് ടെൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ടെൻസ് ഈ പ്രിപ്പോസിഷനിലേ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യന്. എന്റെ ഒരെണ്ണം തെറ്റി.
സിൻസും ഫോറും ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാൻ പറ്റുമോ? എടുത്തെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറയാം. സിൻസിന്റെ മീനിങ് എന്താണ്? മുതൽ, ഫോറോ? വേണ്ടി, അല്ലെ വേറെ ഒന്നും കൂടി പറഞ്ഞല്ലോ എന്താ? ആയിട്ട് മീനിങ്. ആ, ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. മീനിങ് ക്ലിയർ ആണ്. പിന്നെന്താണ് സംശയം? ഒരു സെന്റൻസ് വന്നപ്പോ അത് സിൻസ് ആണോ ഫോർ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, അങ്ങനെയാണോ? ആ, അതെ അതെ. അത് നിങ്ങളുടെ കുറ്റമല്ല, ടെൻസ് അറിയാത്തതിന്റെ കുറ്റമാണ്. ഓക്കെ, ഇപ്പോ he has been learning എന്ന് പറയുമ്പോ അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോ നിങ്ങൾക്ക് സംശയം? അതെ, ഞാൻ വളരെ കോൺഫിഡന്റോടുകൂടി എക്സാം അറ്റൻഡ് ചെയ്തു. ഫുൾ മാർക്ക് കിട്ടുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരെണ്ണം തെറ്റി. ഒരെണ്ണം തെറ്റിപ്പോയി. ഒരെണ്ണമാണോ? ആ, ഒരെണ്ണം തെറ്റി. അപ്പൊ ഈ he has been എന്നൊക്കെ വരുന്നതാണെങ്കിൽ അത് ടെൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറിപ്പോകും. അല്ലാതെ നിങ്ങൾക്ക് സിൻസും ഫോറും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ അത് സെന്റൻസിൽ വരുമ്പോ ആ സെന്റൻസിൽ സിൻസ് ആണ് ഫോർ ആണ് യൂസ് ചെയ്യേണ്ടതിന് കൺഫ്യൂഷൻ ആവുന്നത്. അത് കറക്റ്റ് ആ സെന്റൻസിന്റെ മീനിങ് അറിയാത്തതുകൊണ്ടാണ്. മീനിങ് അറിയണമെങ്കിൽ ആ സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് അറിഞ്ഞാൽ മീനിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ടെൻസ് അറിയാത്തതിന്റെ മിസ്റ്റേക്ക് ആണ് സംഭവിച്ചത്. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ ടെൻഷൻ എടുക്കണ്ട, നമുക്ക് ടെൻസ് പഠിക്കാം. ഓക്കെ, അപ്പോ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രപോസിഷൻ എല്ലാം ബേസിക് ആണ്, എല്ലാം പഠിച്ചു. ഇനി അറിയേണ്ടത് ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് എല്ലാരും ടെൻസ് എടുക്കുന്ന ടൈമിൽ കൺജങ്ഷനും ഇന്റർജങ്ഷനും ഒക്കെ അല്ലേ? കൺജങ്ഷനും ഇന്റർജങ്ഷനും ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ചാപ്റ്ററിലില്ല, ടെക്സ്റ്റിലില്ല. അത് എന്തായാലും നമുക്ക് ഇതെല്ലാം പഠിച്ച് ടെക്സ്റ്റ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് അതിനുശേഷം കുറെ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ. ടെക്സ്റ്റിലുള്ളത് മതി, എക്സ്ട്രാ ഒന്നും വേണ്ട തൽക്കാലം. കാരണം ഇതിലുള്ളത് എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞു, എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കരുത്. എക്സാം നിങ്ങൾ എന്തായാലും പാസ്സാവും, അത് നിങ്ങൾ പഠിക്കണം. പക്ഷെ എക്സാമിന് വേണ്ടി ഇനിയും നിങ്ങൾ പഠിക്കരുത്. ഇംഗ്ലീഷ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. ഓക്കെ, അത് മറക്കരുത്. എക്സാം എന്തായാലും പാസ്സാവും കേട്ടോ. ഇംഗ്ലീഷ് എന്തായാലും പാസ്സാവും, ഉറപ്പാണത്, ഗ്യാരണ്ടി പറയുന്നത്. അതിനുള്ള ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ആ ടൈം ആവട്ടെ, എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പൊ ടെൻസ് ആണ് ഫസ്റ്റ്. ടെൻസിന്റെ ചാപ്റ്റർ നോക്കിയിട്ട് കാണില്ലല്ലോ. കൂടുതൽ മോക്ക് ടെസ്റ്റ് നടത്തിയാൽ കുറച്ച് കേട്ടില്ലല്ലോ. കൂടുതൽ മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും പറയാം. കൂടുതൽ മോക്ക് ടെസ്റ്റോ? നമ്മൾ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ. ഏതായിരുന്നു മോക്ക് ടെസ്റ്റ്? നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് പറയൂ. ഞാനത് മോക്ക് ടെസ്റ്റ് ആയിട്ടല്ല, ക്ലാസ്സിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അത് മതിയോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങളത് ആൻസർ പറഞ്ഞാലും മതി. അഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്സ് ഒക്കെ അല്ലേ, നമ്മൾ ഫ്രേസസ് ഒക്കെ പഠിച്ചില്ലേ, അവിടെ ആ യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റ് മിസ് ആകെ കൺഫ്യൂഷൻ. അത് പേടിക്കണ്ട, അത് അധികം നിങ്ങൾ പഠിക്കുന്നതോളം കൺഫ്യൂഷൻ കൂടുതലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം പഠിച്ചുകൊണ്ട് കഴിയുമ്പോ എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നോ എല്ലാം പഠിച്ചൊക്കെ തീരട്ടെ. ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ടെൻസ് ആണ്. ആ ടെൻസ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞെന്നൊരു തോന്നൽ വരും. മനസ്സിലായോ? ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ തന്നെ പോരെ, ധാരാളമാണ്. ഇനി പറയുന്ന അഡ്ജക്റ്റീവ് അഡ്വർബ് നമ്മള് ഇത് പഠിച്ചിട്ടല്ലേ ഇതൊന്നും ഇത്രയും നാളെ നമ്മൾ യൂസ് ചെയ്തത് അല്ലെ? യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നമ്മൾ അത് അഡ്ജക്റ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ പഠിച്ചേ? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അല്ലല്ലോ. ഇതെല്ലാം അറിയാണ്ടാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പിന്നീടാണ് അത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായത്. അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ഏറ്റവും ആവശ്യം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം, അതൊന്ന് പറയണം, അതേ ഉള്ളൂ.
ടെൻസും അത്യാവശ്യം വൊക്കാബുലറി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. കുറെ അറിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ അഡ്ജക്റ്റീവ് എന്താണ് അഡ്വർബ് എന്താണ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആകും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഭീകരമായ ഒരു സംഭവം ഒന്നല്ല അഡ്ജക്റ്റീവ് അഡ്വർബ്. ഏറ്റവും ചെറിയൊരു ടോപ്പിക്കാണ്. പിന്നെ എക്സാമിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലല്ലേ അല്ലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾക്ക് സിമ്പിൾ ആണെന്ന് ക്യാൻസൽ ചെയ്യാലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. എക്സാമിന്റെ കാര്യത്തിൽ ടെൻഷൻ. ഓക്കെ, സോ സ്റ്റാർട്ട് ടെൻസ് ആണ്. ഫസ്റ്റ് പ്രസന്റ് ടെൻസ് അല്ലെ. ഓരോ ടെൻസ് പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ തന്നെ 3 ആക്ഷൻസ് ഉണ്ട്. എന്താണ്? പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ പാസ്റ്റിലുണ്ട് പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മുടെ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസില് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഹെഡിങ് എഴുതി വെക്കാം. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞ എഴുതി കൊടുക്കുക. ദെൻ മോഡലിനായിട്ട് സിമ്പിൾ പ്രസന്റ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ സ്ട്രക്ചർ എഴുതണം. സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ടെൻസും പഠിക്കുന്നത്. സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്റ്റിനെ വേണമെങ്കിൽ S എന്ന് സ്മോൾ ആക്കി എഴുതാം കേട്ടോ, ഷോർട്ട് ആക്കി എഴുതാം. S പ്ലസ് V1 എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ S എന്താണ് സബ്ജക്റ്റ് ആണ്, V എന്താണ് വെർബാണ് എന്നിങ്ങനെ വളരെയധികം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കാം. നോട്ടാണ് ഫസ്റ്റ് നോട്ട്. ഒബ്ജക്റ്റീവ് കൂടെ വേണ്ട ടീച്ചറെ. കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമുക്ക് ആവശ്യം സബ്ജക്റ്റും വെർബുമാണ്. ഒരു സെന്റൻസിൽ മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് വരാതിരിക്കണമെങ്കിൽ ഈ സബ്ജക്റ്റും വെർബും കറക്റ്റ് ആയിരിക്കണം. ഒബ്ജക്റ്റിൽ വേറെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമല്ല. നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏതോ ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ അവിടെ തെറ്റ് വരില്ല. ഓക്കെ, സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് വേണം. S+V+O എന്നല്ലേ വരിക? അങ്ങനെ എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, എഴുതിക്കോളൂ. S plus V plus V എന്ന് പറയുമ്പോൾ V1 തന്നെയാണ് കേട്ടോ. V1 S plus V1 plus object അങ്ങനെ എഴുതാം. ഞാൻ അങ്ങനെ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കാറില്ല. കാരണം നമ്മൾക്ക് ഇമ്പോർട്ടന്റ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രിയിലൊക്കെ പഠിക്കുമ്പോ. എനിക്കൊന്നും കുഴപ്പമില്ല. അതിന് S സബ്ജക്ട്, V verb, object O object അറിയാം. എന്നാലും എഴുതി. കാരണം ആ നോട്ട് എടുത്തു കഴിഞ്ഞാല് ടെൻസ് ഓക്കെ മനസ്സിലായി, ക്ലിയർ ആയി എന്ന് അറിയണം. അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വേണം നമ്മൾ നോട്ട് എഴുതാൻ. ഇനി ഒരിക്കലും വെർബ് ഗ്രാമർ അതായത് ടെൻസ് പഠിക്കേണ്ട ആവശ്യം വരരുത്. മനസ്സിലായോ? ആ രീതിയിൽ നോട്ട് എഴുതാം. അപ്പൊ സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഇനി സബ്ജക്ട് ഏതൊക്കെയാണെന്ന് അറിയണം. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എല്ലാ സബ്ജക്റ്റും അറിയാം. അതിൽ തന്നെ സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. അതും കൂടെ എഴുതി. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? he, she, it, everybody. He, she, it, everybody ആണ് സിംഗുലർ സബ്ജക്ട്. ഇനി പ്ലൂറൽ സബ്ജക്ട്. എവരിബഡി എന്നുള്ളതും സിംഗുലറാ? അതെ, ഡൗട്ടിന്റെ വേണ്ട. പ്ലൂറൽ സബ്ജക്ട് I, you, we, they. പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഐ വരുന്നത് പ്ലൂറലില്. സിമ്പിൾ പ്രസന്റില് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് ഐയും കൂടെ ഉണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം.
ഓക്കെ. അതിനുശേഷം സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മള് യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. മനസ്സിലായോ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ വെർബ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബ് ആണ്. അത് രണ്ടും എഴുതിയിരിക്കും. ഓക്കെ. ഇനി വെർബിനെ എങ്ങനെ നമുക്ക് സിംഗുലർ ആക്കാം? റൈറ്റ് എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ വെർബ് ആണ്. റൈറ്റ്. അപ്പോ ആ റൈറ്റ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബിനെ നമ്മൾ എങ്ങനെ സിംഗുലർ ആക്കും? റൈറ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്യും. റൈറ്റ്. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്താല് ആ വെർബ് എന്താണ്? സിംഗുലർ ആകും. ഓക്കെ. ഒന്നുകൂടെ പറയാം. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർബ് സിംഗുലർ വെർബായി മാറും. എക്സാമ്പിൾ, റൈറ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്യുക, റൈറ്റ്സ്. റൈറ്റ്സ് എന്നത് സിംഗുലർ വെർബാണ്. റൈറ്റ് എന്നത് പ്ലൂറൽ വെർബും. അങ്ങനെ വ്യക്തമായിട്ട് എഴുതി വെക്കാം. Right, plural verb, right, singular verb. Okay, clear അല്ലേ? ഇനി V1, V2, V3 ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് V1 ആണ് അല്ലെ? വെർബിന് 3 ഫോംസ് ഉണ്ട് അല്ലെ? 3 ഫോംസ് ഉണ്ട്. V1, V2, V3. റൈറ്റ് എന്ന് പറയുന്ന വെർബ് എടുക്കുകയാണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടേൺ, അങ്ങനെ 3 ഫോംസ് ഉണ്ട്. റൈറ്റ് V1 ആണ്, റോട്ട് V2, റിട്ടേൺ V3. ഓക്കെ. ഷോർട്ട് ആക്കിയാണ് നമ്മൾ V1, V2, V3 എന്ന് പറയുന്നത്. കറക്റ്റ് അതിന്റെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് ശരിക്കും ഈ 3 ഫോമിൽ നമ്മൾ പറയാം. നമ്മളത് ഷോർട്ട് ആക്കി V1, ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ്, തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുമ്പോൾ V1, V2, V3 ഇത് ഷോർട്ട് ആക്കി പറയുന്നു. അപ്പൊ ഇനി V1, V2, V3 എന്ന് പറഞ്ഞാൽ ക്ലിയർ ആവുമല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് അങ്ങനെ പറയുള്ളൂ. ഓക്കെ. കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായോ? V3 past participle. V3 past participle, V2 past, V1 present. ഓക്കെ. അപ്പോ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഒബ്ജക്ട് ഉണ്ട്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. നമ്മൾ ഒബ്ജക്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. നിങ്ങൾ ഒബ്ജക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ. ദെൻ സബ്ജക്ട് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുന്നു. അപ്പോൾ സബ്ജക്ട് പ്ലസ് V1 എന്ന് പറയുന്ന സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. സബ്ജക്ട് ഇപ്പൊ സിംഗുലർ സബ്ജക്ട് ഹി യൂസ് ചെയ്താൽ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ എന്ത് വരും? ഹി റൈറ്റ്സ് എന്ന് വരും. ഹി റൈറ്റ്സ്. എക്സാമ്പിൾ എഴുതിക്കോട്ടോ. ഹി റൈറ്റ്സ് വരും. ഇനി ഐ ആണെങ്കിലോ ഐ റൈറ്റ്. മനസ്സിലായോ? ഇങ്ങനെയാണ് പറയാം. ഐ റൈറ്റ്, യു റൈറ്റ്, വി റൈറ്റ്, ദേ റൈറ്റ്. He writes, she writes, it writes വരില്ല. Everybody writes. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ വെർബിന് എസ് ആഡ് ചെയ്യണം. മിസ് ഇറ്റ് റൈറ്റ്സ് എന്താ വരാത്തെ? ഇറ്റ് റൈറ്റ്സ്, ഇറ്റ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് പ്രോണൗൺ ആണ് ഇറ്റ്. പക്ഷെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യാ? കൂടുതലും അനിമൽസും തിങ്സിന്റെ കൂടെയാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുക. ഒരിക്കലും ഹ്യൂമൻ ബീങ്ങിന്റെ കൂടെ ഇറ്റ് യൂസ് ചെയ്യില്ലല്ലോ അല്ലെ? ഒരിക്കലും അപ്പൊ അനിമലോ തിങ്സോ എഴുതില്ല. ശരിയല്ലേ? ആണോ? ശരിയാണോ ദിവ്യ? പോയോ?
ഏതെങ്കിലും അനിമൽ എഴുതുമോന്ന് ആലോചിച്ച് നോക്കിയിരിക്കോളൂ. ആ ശരി. ഇനി എങ്ങനെ എഴുതിയാലോ? ഇറ്റ് പ്ലേസ് പറയും. ഇറ്റ് പ്ലേസ് പ്ലേ പറയും. കാരണം പൂച്ചയും പട്ടിയും കളിക്കാറുണ്ട്. അതെ. She plays football. He plays football. It plays അങ്ങനെയൊന്നും വരുന്നില്ല. ഇറ്റ് പ്ലേസ് ഫുട്ബോൾ. ഒരിക്കലും ഇറ്റ് ഫുട്ബോൾ കളിക്കില്ല. അല്ലല്ല വരില്ല എന്നല്ലേ? ഇറ്റ് പ്ലേസ് ഫുട്ബോൾ വരില്ലല്ലോ. വരില്ല എന്നാ ഞാൻ പറഞ്ഞത്. വരില്ല. അങ്ങനെ ഒരിക്കലും കളിക്കില്ല. പക്ഷെ നമ്മൾ പറയുമ്പോ അങ്ങനെ പറഞ്ഞു പോവാട്ടോ. കാരണം നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിക്കുകയല്ലേ. അപ്പോ സിമ്പിൾ സബ്ജക്റ്റിനെ കൂടെ അങ്ങനെ പറഞ്ഞു പോകാം. പക്ഷെ അതങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല ആ കാര്യം. It's a girl. It's a boy. അപ്പൊ അത് കളിക്കുന്നു അല്ലെങ്കിൽ ഇത് കളിക്കുന്നു എന്ന് പറയാൻ എന്ത് ചെയ്യും? അപ്പൊ ഒരു അനിമലിനെ ഉദ്ദേശിച്ചു, ഡോഗിനെ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഡോഗ് ബോള് കളിക്കുന്നുണ്ട്. അപ്പൊ അത് കളിക്കണോ, വീണ്ടും വീണ്ടും ഡോഗ് റിപ്പീറ്റ് ആക്കണ്ടല്ലോ. അപ്പൊ അത് കളിക്കണോന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ? അവിടെ ഇറ്റ് പറയാം. പ്ലേറ്റ് കൂടിച്ച് പറയാം. പക്ഷെ ഒരിക്കലും പട്ടിയെ പൂച്ച എഴുതില്ല. മനസ്സിലായോ? അപ്പൊ അനിമൽ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കും, അവര് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇഞ്ചിരി യൂസ് ചെയ്യാം. അപ്പൊ അവര് പട്ടി പൂച്ച ഡോഗ് കഴിക്കുന്നു. അപ്പൊ ഇതിന്റെ കൂടെ എസ് അല്ലേ ചേർക്കുക? എസ് ചേർത്തണം അല്ലേ? ഷീയും ഹീന്റെയും ചേർത്തോടാൻ പോലെ തന്നെ ഇറ്റിലും എസ് ചേർക്കണം. അത് അതിന്റെ മീനിങ്ങിനനുസരിച്ചിരിക്കും അല്ലെ? ക്ലിയർ ആയല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലോ? ഇനി ഇപ്പോ ഹി റൈറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഹി റൈറ്റ്സ് എന്ത് എഴുതി? സ്റ്റോറി. ഹി റൈറ്റ്സ് എ സ്റ്റോറി. അപ്പൊ ഒരു ഒബ്ജക്റ്റ് വന്നല്ലോ. ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ, ഹി റൈറ്റ്സ് എ നോവൽ, ഹി റൈറ്റ്സ് എ ഡ്രാമ. കണ്ട എന്ത് വേണമെങ്കിലും ചേർക്കാം. അവിടെ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഗ്രാമർ മിസ്റ്റേക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ സബ്ജക്റ്റും വെർബിനും ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഒബ്ജക്റ്റ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു പേര് ആഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോ ഈ ടെൻസിന്റെ മലയാളം മീനിങ് വരുന്നത് ഹി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവൻ എഴുതുന്നു എന്നാ വരാം. അപ്പോ നിങ്ങൾ കോമൺ ആയിട്ട് എഴുതാ ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് മലയാളം മീനിങ് ബ്രാക്കറ്റിൽ എവിടെ എഴുതി വെക്കാം. ചെയ്യുന്നു. ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. ഇപ്പോ ഹി റൈറ്റ്സ് എന്നാണെങ്കിൽ അവൻ എഴുതുന്നു. ഹി പ്ലേസ് ആണെങ്കിൽ അവൻ കളിക്കുന്നു. ഹി റൺസ് ആണെങ്കിൽ അവൻ ഓടുന്നു. അപ്പൊ അവൻ എഴുതി എങ്ങനെ മിസ്സേ പറയാം? അയ്യോ, അത് വേറെ ടെൻസ് ആണ്. അത് പാസ്റ്റ് ആണ്. കാരണം എഴുതി കഴിഞ്ഞ കാര്യമല്ലേ. എഴുതി കംപ്ലീറ്റ് ചെയ്തല്ലേ. മിസ് ഞാൻ എഴുതി എന്ന് പറയുന്നാൽ അതിന്റെ മീനിങ് എന്താ? ഞാൻ എഴുതി കഴിഞ്ഞു അല്ലെ? റോട്ട് യൂസ് ചെയ്യും. റോട്ട് എന്ന് റോട്ട് യൂസ് ചെയ്യും. റൈറ്റിന്റെ പാസ്റ്റ് റോട്ട് അല്ലേ? അത് പാസ്റ്റ്. അപ്പൊ ടെൻസ് മാറും. പാസ്റ്റ് ടെൻസ് ആവും. എഴുതി എന്ന് പറയുമ്പോ നമ്മൾ റോട്ട് തന്നെയല്ലേ യൂസ് ചെയ്യാം. പാസ്റ്റ് മാറും. എഴുതി എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. റോട്ട് പാസ്റ്റ് ആണ്. അത് പാസ്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പാസ്റ്റ് കയറി പിടിക്കില്ലേ? ഓക്കെ. കൺഫ്യൂഷൻ ഓക്കെ. സിമ്പിൾ പ്രസന്റിലേക്ക് വരും. പ്രസന്റ് ആണ് നമുക്ക് കേൾക്കാം. ഞാൻ പഠിക്കുന്നു. എന്ത് പറയും? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു പറയും. I'm studying English. തെറ്റി. തെറ്റിയാ? ഓക്കെ, അത് കണ്ടിന്യൂസ് ആണ് ഞാൻ പറഞ്ഞത് അല്ലേ? പറയൂ. ഞാൻ പഠിക്കുന്നു. I learn English. Yes, I learn English. I study English. അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. She study English. അല്ല, she studies English. She studies English. അല്ലെങ്കിൽ she learns. IES അല്ലേ വരിക? അതെ, studies എന്ന് പറയുമ്പോൾ IES. ഓക്കെ. അപ്പൊ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ എല്ലാവരും സിമ്പിൾ പ്രസന്റ് സിമ്പിൾ ആണ്. ബാക്കിയുള്ളതൊക്കെ നോക്കട്ടെ. സിമ്പിൾ ആയിരിക്കും, പേടിക്കണ്ട.
ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോ എല്ലാവരും ഒരട്ടെങ്കില് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാലോ, ഒരുപാട്. ഇപ്പൊ ഗ്രാമർ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. പറയൂ. I speak English. Yes, I speak English. I write a poem. Okay, പറയൂ. പറട്ടെ. പെട്ടെന്ന് ഒരുപാട്. I eat banana. പിന്നെ ഒരു കാര്യമുണ്ടോ, ഐ മാത്രം വെച്ച് പറയരുത്. ഓക്കെ, നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് കൂടെ വേണം. പിന്നെ ഓരോ എക്സാമ്പിൾസ് പറയുമ്പോഴും ആ എക്സാമ്പിൾസ് എഴുതിയെടുക്കാൻ നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പറയൂ. We play football. No? We play football. We play football. Yeah. മിസ്സേ ഷീ സിംഗ് എ സോങ് കറക്റ്റ് ആണോ? She sings. No. She sings a song. സിംഗ്ഡ് ഈഡി വരണോ? Video sings. S ചേർക്കുക. ഓക്കെ. Ma'am, ന്റെ കൂടെ എസ് ചേർത്ത് വരും. അല്ല, ന്റെ കൂടെ എസ് വരില്ല. ഹി, ഷീ, ഇറ്റ് ഉള്ളവിടെ എസ് ചേർത്ത് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതെ, ഇപ്പോ പ്ലേ എന്നും പ്ലേസ് എന്നും പറഞ്ഞാൽ രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. പ്ലേ, പ്ലേസ് രണ്ട് മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷെ സബ്ജക്ട് വരുമ്പോഴാണ് അവിടെ എസ് വരുന്നത്. അല്ലാണ്ട് മീനിങ്ങിന് വ്യത്യാസം ഒന്നും വരുന്നില്ല. സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടാണ് നമ്മളവിടെ പ്ലേസ് യൂസ് ചെയ്തത് മാത്രം. അല്ലെങ്കിൽ അവിടെ എസ് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ട് വരും. ഓക്കെ, അല്ലാതെ മീനിങ്ങിന് വലിയ വ്യത്യാസം ഒന്നും വരുന്നില്ല കേട്ടോ. ഓക്കെ, പറയൂ. രാമൻ വർക്ക് ആസ് എ പോലീസ്മാൻ എന്ന് പറയാൻ പറ്റുമോ? രാമൻ വർക്ക്സ് ആസ് എ പോലീസ്മാൻ. എങ്ങനെ? രാമൻ വർക്ക് ആസ് എ പോലീസ്മാൻ. രാമൻ എന്നാണ് ഞാൻ കേട്ടത്, അയാം എന്നാണ്. വർക്ക്സ് അല്ലേ വരിക, എസ് വേണ്ടേ? രാമൻ വർക്ക്സ് ആസ് എ പോലീസ്മാൻ. അതെ, പോലീസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു. കറക്റ്റാണ്. She reads newspaper, I read book, they draw picture. We eat biryani, they play football, he plays cricket. Correct ആണ്. Then they sing a song എന്ന് പറയൂടെ? they sing a song. Okay. I like cats. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? She likes ice cream. Yeah, she likes ice cream. Ma'am, the sun rises in the east പറഞ്ഞൂടെ? The sun rises in the east. പറയാം. ടീച്ചറെ, they participate in meeting. They participate in meeting. Okay. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസില് നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ്, ഇപ്പൊ പറഞ്ഞ യൂണിവേഴ്സൽ ട്രൂത്ത്, ഫിക്സഡ് പ്രോഗ്രാം, ഇതെല്ലാം പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ ഹാബിറ്റ്സ് ഉണ്ട്. നമ്മള് ഡെയിലി കാര്യങ്ങൾ, റൊട്ടീൻ, നമ്മൾ ഓരോ കാര്യങ്ങൾ റൊട്ടീൻ ചെയ്യില്ലേ? ഇപ്പോ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ ബ്രഷ് ചെയ്യുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ, the sun rises in the east, the sun sets in the west. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, സൂര്യൻ പടിഞ്ഞാറാണ്. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. Then fishes live in the water. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ ഇതെല്ലാം പറയുന്നതും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ജൂൺ 2 സ്കൂൾ തുറക്കും എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്രോഗ്രാം ആണ്. പക്ഷേ നിങ്ങൾക്ക് പറയുമ്പോൾ അത് 2 സ്കൂൾ തുറക്കും എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ആയിട്ട് തോന്നും. അല്ലെ, ഫ്യൂച്ചർ ആണ് ശരിക്കും. 2 തുറക്കും എന്നാണ് പറയുന്നത്, ഫ്യൂച്ചർ ആണ്, വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ അത് ആ ഡേറ്റ് ഫിക്സഡ് ആണ്. 2 തുറക്കും എന്ന് പറഞ്ഞാൽ 2 തുറക്കും. ആ ഡേറ്റിന് വലിയ മാറ്റങ്ങളൊന്നും വരില്ല.
അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ അത് പറയാൻ യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. The school opens 2nd June. The school opens on 2nd June എന്ന് പറഞ്ഞാൽ 2ാം തീയതി തുറക്കും. ഫസ്റ്റ് ആണ്, ഇതൊക്കെ ഒന്നും തുറക്കും. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു ഇനാഗുറേഷന്റെ ഒരു ഇൻവിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതൊരു ഫിക്സഡ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. The school will open on 2nd June എന്ന് പറയാം. വില്ല് ചേർത്തു, കാരണം ഫ്യൂച്ചർ ആയതുകൊണ്ട് വില്ല് ചേർക്കാം എന്ന് തോന്നുന്നു. പക്ഷെ വില്ല് ചേർത്ത് പറയാൻ തെറ്റില്ല, പക്ഷെ അത് ഫിക്സഡ് പ്രോഗ്രാം ആയിരിക്കില്ല. മനസ്സിലായോ? അത് എന്തെങ്കിലും ചേഞ്ചസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉറപ്പാണ്, ഒരു വ്യത്യാസം വരില്ല. എന്തൊക്കെ വന്നാലും ആ ഒരു ഡേറ്റ് ഫിക്സ്ഡ് ആണ്. ആ പ്രോഗ്രാം അന്ന് തന്നെ നടക്കും എന്ന് ഉറപ്പുള്ള പ്രോഗ്രാമിലൊക്കെ ആ ഒരു ഇൻവിറ്റേഷനോ അതൊക്കെ പറയുമ്പോൾ ഒരു സെന്റൻസ് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. നിങ്ങൾ അത് എവിടെ വേണമെങ്കിലും ശ്രദ്ധിച്ചു നോക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ? എന്തോ ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, ഓക്സിലറി വെർബ് ഒന്നുമില്ല, വെറും സബ്ജക്റ്റും വെറുതെ മാത്രം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രസന്റ് ടെൻസിലെ ഒരു ആക്ഷൻ ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. ഇനി 3 ആക്ഷൻസും കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞ് നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആകും. ഫസ്റ്റ് വൺ സിമ്പിൾ ആണോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ക്ലിയർ ആണ്? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യൂ. മാം. ഷീ പ്ലേസ് ഫുട്ബോൾ അങ്ങനെയൊക്കെ പറയാവോ? അതെ, പറയാം. പിന്നെ ഹി ഗോസ് ടു ഗോസ് എല്ലാം അങ്ങനെ പറയാവോ? ഹി ഗോസ് ടു അവൾ എല്ലാ ദിവസവും ഷീ ഗോസ് ടു സ്കൂൾ. ഷീ ഗോസ് ടു സ്കൂൾ എന്ന് വരുമോ, ഷീ ഗോ ടു സ്കൂൾ എന്ന് വരുമോ? ഇപ്പോ നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ബേസ് ആണെങ്കിൽ എന്തായിരിക്കും വരാം? എന്താ മിസ്സേ? ഇപ്പൊ നമ്മൾ പഠിച്ച സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എന്തായിരിക്കും അവിടെ കറക്റ്റ് ആയിട്ട് വരാതിരിക്കുക? ഗോസ് അല്ലേ വരിക? കറക്റ്റ്, ഇതാണ് കറക്റ്റ്. ഇങ്ങനെ ഡൗട്ട് വേണ്ട കേട്ടോ, ഇതാണ് കറക്റ്റ്. She goes to school every day. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഓക്കെ, I go to school every day. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. I go to school എന്നാ പറഞ്ഞത്. അവളാണെങ്കിൽ she goes to school. സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഐ, യു, വി, ദേ, ഇറ്റിന്റെ കൂടെ എസ് ഉപയോഗിക്കുകയില്ല. അതേ സമയത്ത് ഹി, ഷീ, ഇറ്റിന്റെ കൂടെ എസ് ഉപയോഗിച്ചിട്ട് പറയാം. എവരിബഡിന്റെ കൂടെ She, it, everybodyയുടെ കൂടെ നമ്മൾ എസ് ഉപയോഗിച്ച് പറയണം. എവരിബഡി. I, you, we, theyയുടെ കൂടെ എസ് ഉപയോഗിച്ച് പറയണം. പിന്നെ ഇറ്റില് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇറ്റില് വരുന്നത് അനിമലോ തിങ്സോ ആയിരിക്കും. ഓക്കെ, സോ അതിന് പറ്റിയ എന്തെങ്കിലും വെർബ് വരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എസ് യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പൊ ഇറ്റ് പറയുമ്പോ പ്ലേസ് പറയാം. പൂച്ച ഭക്ഷണം കഴിക്കുന്നു. The cat is looking good അല്ലെങ്കിൽ looking cute. It plays the garden എന്ന് പറഞ്ഞാൽ ഓക്കെ, പൂച്ച കളിക്കുകയാണ്, കടലിൽ കളിക്കുകയാണ്. അതുപോലെ നമുക്ക് സെയിം ആയിട്ട് പറയാം. The cat looking cute. It eats its food. അത് അതിന് ഭക്ഷണം കഴിക്കുന്നു. മനസ്സിലായോ? അതിന് പറ്റിയ വെർബ് വരാണെങ്കിൽ ഇറ്റ് യൂസ് ചെയ്ത് പറയാലോ. അല്ലാണ്ട് ഇറ്റ് റൈറ്റ്സ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇറ്റ്സ് റൈറ്റ്സ് ബ്യൂട്ടിഫുള്ളി. ഒരിക്കലും പട്ടിയോ പൂച്ചയോ തിങ്സോ എഴുതുവോ? ഇല്ല, പോസിബിൾ അല്ല. മനസ്സിലായോ?
ക്ലിയർ ആയോ? ഇനിയിപ്പോ വസ്തു ആണെങ്കിലോ ഇറ്റ് റെയിൻസ് എന്ന് പറയാലോ. ഇറ്റ് റെയിൻസ്. ട്രെയിൻസ് പറയാം. ഇറ്റ്സ് റെയിനി ഹിയർ എന്ന് പറയും. ഇറ്റ്സ് റെയിനി, ഇവിടെ മഴയാണ്. മനസ്സിലായോ? അപ്പോ വസ്തുക്കൾ ഇറ്റ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? അതിന് പറ്റിയ വെർബ് വരുമ്പോൾ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. വെർബിൽ എസ് ആഡ് ചെയ്യണം, ഇറ്റ് ആണെങ്കിൽ പോയി. ഓക്കെ ആണോ? The tree lives at Delhi. Okay, correct. Okay, മനസ്സിലായോ? അപ്പോ എന്താണ്, എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അതാണ് ആരും ഉണ്ടാത്തെ. എന്താണ് മനസ്സിലായി. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ചേച്ചി ഡൗട്ട് ഒന്നുമില്ല? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ഓക്കെ. ഞാൻ ഒരു മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ് ഹെവി ടാസ്ക് ശരിയാണോ? ഇറ്റ് ഹെവി ടാസ്ക് എന്ന് പറയില്ല. ഇറ്റിന്റെ കൂടെ അവിടെ ഒരു ഓക്സിലറി വരും. ഇറ്റ് ഈസ് എ ഹെവി ടാസ്ക് എന്ന് പറയും. ഇറ്റ് ഈസ് വെരി ഹെവി ടാസ്ക് അങ്ങനെ വരും. അതെ, പക്ഷെ അത് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നതാണ്. പക്ഷെ അതിന്റെ ഓക്സിലറീസ് വേണം. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് അവിടെ നമ്മളെ നൗൺ വെച്ചിട്ടും പറയാറുണ്ട്, വെർബ് വെച്ചിട്ടും പറയാറുണ്ട്. മനസ്സിലായോ? വെർബ് വെച്ചിട്ട് പറയുമ്പോഴാണ് ഇവിടെ എസ് വേണം എന്ന് പറയുന്നത്. ഹെവി ടാസ്ക് എന്ന് പറയുന്നത് ഒരു വെർബ് അല്ല, ഒരു നൗൺ ആണ്. ശരിയല്ലേ? അതൊരു കാറാണ് എന്ന് പറയുന്നത് എങ്ങനെ പറയും? ഇറ്റ് ഈസ് എ കാർ, അല്ലെങ്കിൽ ദിസ് ഈസ് എ കാർ എന്ന് പറയും. അപ്പൊ കാർ നൗൺ ആണ്, വെർബ് അല്ല. ഞാനൊരു ടീച്ചറാണ്, ഐ എം എ ടീച്ചർ. ഹീസ് സ്റ്റുഡന്റ്, അതൊക്കെ ഒരു നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നൗണിന് ഒരിക്കലും സിമ്പിൾ പ്രസന്റ് എന്ന് പറയാൻ പറ്റില്ല. വെർബ് ഉണ്ടെങ്കിലാണ് നമ്മളവിടെ സിമ്പിൾ പ്രസന്റ് ആയിട്ട് എസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. ഒരു ഹെവി ടാസ്ക് ആണ്, ഇറ്റ്സ് എ ഹെവി ടാസ്ക്. മാം ഇറ്റ് ഈസ് എ വെരി ഹെവി ടാസ്ക് പറയാവോ? ഇറ്റ്സ് എ വെരി ഹെവി ടാസ്ക്. ഇറ്റ്സ് എ വെരി വേണ്ട, ഹെവി തന്നെ അഡ്ജക്റ്റീവ് ആണ്. പിന്നെയും ഇതിന്റെ കൂടെ വെരി കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഹെവി ടാസ്ക് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. സ്പീഡിൽ പോകണ്ട, കാരണം പിന്നെ അടുത്തേക്ക് പോയി കഴിഞ്ഞാല് കൺഫ്യൂഷൻ ആവും. എന്ന് നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് മതി. എന്തുണ്ടെങ്കിലും ഇതേപോലെ ചോദിക്കാം, കൺഫ്യൂഷൻ തീർക്കാം. ഓക്കെ, ഓക്കെ. നമുക്ക് ഞാൻ മലയാളം പറയാം, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവൾ കുക്ക് ചെയ്യുന്നു, അവൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നു. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാ. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യുന്നു. She cooks breakfast. She cooks breakfast. She cooks breakfast. Yeah, she cooks breakfast. Breakfast. She cooks breakfast തെറ്റാണ്. നമ്മുടെ ഈസിന്റെ ആവശ്യമില്ല കേട്ടോ. She cooks മാത്രം മതി, ഈസ് വേണ്ട. She is cooking. She is cooking breakfast. അങ്ങനെ വന്നാലോ? അത് ടെൻസ് വേറെയാണ്. പറയാം. Okay. She cooks breakfast. Okay. അവൻ അവന്റെ കാറ് കഴുകുന്നു. He washes his car. ആൻസർ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും.
he washes he washes his car. ആണോ മിസ്സേ? അല്ല, മിസ് പോയോ? പോയിട്ട് ഞങ്ങൾ തന്നെയുണ്ട്. He washed his car. പറയോ? ഞാനേ മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കാം. മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? ആ ഹി എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ സബ്ജക്റ്റ്. ബുക്ക് മറച്ച് നോക്കുകയാണ്. അത് പഠിച്ചു വെക്കും. ബുക്ക് മറയ്ക്കാനും ഞാൻ മറച്ചിട്ടില്ല. ഞാൻ മറച്ചിട്ടില്ല. വേറെ ആരെയും മറച്ചിട്ടു. ഞാൻ വെറുതെ അത് പറഞ്ഞോണ്ടേയിരിക്കും. ഹി ഷീ ഇറ്റ് അതങ്ങനെ വെറുതെ പറഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ ഇത് പഠിക്കണം. അത് പറഞ്ഞ് തന്നെ പഠിക്കണം. സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ്, സിംഗുലർ വേർബ്, പ്ലൂറൽ വേർബ്, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് എല്ലാം അറിഞ്ഞിരിക്കണം. മസ്റ്റാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നിർബന്ധമാണ്. എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി അങ്ങോട്ട് ഞാൻ ചോദിക്കും സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണ്, അപ്പൊ പറയണം. അപ്പൊ ഹി എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ. സിംഗുലർ. അതെ. അപ്പൊ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണ്ടേ? അതെ. അപ്പൊ എന്താ പറയാ? വാഷസ്. വാഷസ്. He washes his car. എന്തെങ്ങനെ നോക്കുന്നു? അവന്റെ കാറ് വാഷ് ചെയ്യുന്നു. അവൻ അവന്റെ കാറ് കഴുകുന്നു. He washes his car. അവന്റെ കാറാണ്. അപ്പൊ ഹിസ് കാർ. ഇത് അവളുടെ ആണെങ്കിൽ She അതുപോലെ washes ഹെർ കാർ. her car. She washes his car. ഹെർ അല്ലേ? ഹെർ ആണ്. പറഞ്ഞ് പഠിക്കുക. കാരണം അപ്പൊ ദേ എന്ന് വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ കാറ് കഴുകുന്നു എന്ന് പറയുന്നതിന് എന്ത് വരും? ദേ washes their car. They wash their car. They washes their car. wash. They wash their car. They wash their car. He washes his car. She washes his car. I wash my car. You wash your car. We wash us car. Okay. We wash our car. Our car. ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞ് പഠിക്കുക. കാരണം ആ ഒരു ഫ്ലെക്സിബിലിറ്റി വരണം കേട്ടോ മൗത്തില്. അല്ലെങ്കിൽ നിങ്ങൾ നാക്കൊന്നും വഴങ്ങിയില്ല, വെളിവില്ല. ശരിയല്ലേ? വീഴുന്നുണ്ടോ അങ്ങനെ? എന്ന് പറഞ്ഞേക്ക്. He washes his car. She washes her car. പറഞ്ഞേക്ക്. എല്ലാ സബ്ജക്റ്റും വെച്ചിട്ടൊന്ന് പറഞ്ഞേക്ക്. He washes his car. She washes her car. They wash their car. I wash my I wash my car. You wash your car. Okay. ഞാൻ പറയുന്നുണ്ടോ? ഫ്ലെക്സിബിലിറ്റി വേണം. ഇംഗ്ലീഷ് പറഞ്ഞു. കാരണം മലയാളം പറഞ്ഞ് അങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ്. ഇംഗ്ലീഷ് പറയണമെങ്കിൽ അതിനെ നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കണം. ഓക്കെ. ഇനി എന്താണ്? അവൾ ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഷീ ഈറ്റ്സ് ഫുഡ് അല്ലേ? She eats food. അവൾ ബിരിയാണി കഴിക്കുന്നു. She eats ബിരിയാണി. ഒബ്ജക്റ്റ് മാത്രല്ലേ മാറുന്നുള്ളൂ. She eats ബിരിയാണി. ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുന്നു. Teacher teaches me. അല്ല us. ടീച്ചർ ടീച്ചേഴ്സ്. അപ്പൊ ടീച്ചർ അല്ലേ ഒരിക്കൽ പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല.
So, ടീച്ചർ ഒരിക്കൽ പറഞ്ഞില്ലേ ടീച്ചർ എന്തായാലും പഠിപ്പിക്കല്ലേ അപ്പൊ അതില് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല ടീച്ചർ ടീച്ചർ തന്നെ പറഞ്ഞ ഒരിക്കൽ പറഞ്ഞ പോലത്തെ ഒരു ഓർമ്മ ഇല്ല പറഞ്ഞില്ലേ Ma'am, 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 teacher teaches teachers എന്ന് പറഞ്ഞാ പോരെ? ടീച്ചേഴ്സ് ആണ് കേട്ടോ. ടീച്ചേഴ്സ് എന്നാണല്ലേ ടീച്ച് എന്ന് പറഞ്ഞാൽ റോങ് ആണല്ലേ അതെ, കാരണം ടീച്ചർ സിംഗുലർ ആണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ ഓക്കെ, ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ടീച്ചർമാര് ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇടയിലാണെങ്കിൽ ടീച്ചർ ടീച്ചേഴ്സ് എന്ന് പറയണമെന്നില്ല. നമുക്ക് കാഷ്വൽ ആയിട്ട് സ്പീഡിൽ എവിടെയെങ്കിലും സംസാരിച്ചിട്ട് പോകാം. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം. പക്ഷെ എഴുതുമ്പോൾ കറക്റ്റ് ആണ് എഴുതും. ഓക്കെ, ക്ലിയർ ആണ്? ഇനി എന്താണ്? അവർ അവരുടെ കൈകൾ കഴുകുന്നു. They washes their She washes washes, their hands. she washes her hands. അവൾ എന്നാണോ പറഞ്ഞ അവർ എന്നാണോ പറഞ്ഞത് അവരാണ്. അവർ എന്നാണോ പറഞ്ഞ മിസ്സേ? They wash their hands. They wash They their wash hands. their hands. ഉണ്ടല്ലോ കേട്ടോ, ഹാൻഡ്സ് ആണ്. നമുക്കൊരു ഹാൻഡ് അല്ലോ ഉള്ളത്, രണ്ട് ഹാൻഡ്. ഹാൻഡ്സ്, വാഷ് ദിയർ ഹാൻഡ്സ്. ഇനി എന്താണ് മലയാളം? പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇത് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്. സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. പഠിച്ചാൽ എന്തും സിമ്പിൾ ആയി. നിങ്ങളാണ് ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച്. ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നു. മാം, ഞങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾ പറയുമ്പോഴാണ് കൂടുതൽ മനസ്സിലായിക്കൊണ്ട് ഇരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ അമ്മ എന്നും കാറ് കഴുകുന്നതിന്റെ അതാണോ? അങ്ങനെയാണോ? എന്റെ അച്ഛൻ എന്നും കാറ് കഴുകുന്നു എന്ന് പറയാം. My father washes his car every day. ആണോ? ആണോ? അതെയോ? My father washes his car every day. That's all. ദിവ്യ പഠിച്ചു. സന്തോഷം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ സെന്റൻസ് ഒക്കെ പറയും. എനിക്ക് കിട്ടുന്നില്ല മലയാളം. എന്താ പറയാ? ഞാൻ രാവിലെ നേരത്തെ എണീക്കും. നേരത്തെ എണീക്കുന്നോ? I wake up early in the morning. അത് സിമ്പിൾ അല്ലേ? I wake up early in the morning. ഇനി അവൾ നേരത്തെ എഴുന്നേൽക്കുന്നു. അവൾ രാവിലെ She wakes up early in the morning. Yeah, she wakes up early in the morning. Wakes ആണ് ട്ടോ. Wake up അല്ല, wakes ആണ്. Wakes up. അവൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. She skips breakfast every day. She skips breakfast every day. Skips. She അവോയ്ഡ് എന്ന് skips. വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ? അവോയ്ഡ് യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ. ഒഴിവാക്കും ബ്രേക്ക്ഫാസ്റ്റ്. She avoid breakfast every day. അപ്പൊ അവോയ്ഡിന്റെ കൂടെ അവോയ്ഡ്സ് വരരുത്, അത് വെർബ് അല്ല. ഓക്കെ, സ്കിപ്പ് വെർബായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത് വെർബ് അല്ലല്ലോ, ഒഴിവാക്കുന്നതല്ല, വെർബ് അല്ല. ഈ വെർബ് എന്താണെന്ന് നിന്നോട് ചോദിക്കരുത് കേട്ടോ. വെർബ് എന്താണ് ശരിക്കും? പ്രവൃത്തിയാണ്. ഒരു ക്രിയ അവിടെ നടക്കണം. അപ്പൊ അവോയ്ഡ് എന്ന് പറയുമ്പോ അതും ഒരു വെർബല്ലേ? അവോയ്ഡ് എന്ന് പറയുന്നത് വെർബ് അല്ല, ഒഴിവാക്കാന്നാണ്. ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി എന്ന് പറയുന്നത് വെർബ് അല്ല. അവൾ എന്നും രാവിലെ നടക്കാൻ പോകുന്നു. അവൾ എന്നും രാവിലെ നടക്കാൻ പോകുന്നു.
She walks early She morning. walks every day in the morning. She She walks walks. early morning every day. She അങ്ങനെയാണ്. she walks early in the morning. അതാണ് എന്റെ ഉത്തരം. അവൾ എന്ന് രാവിലെ നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചതല്ല. അവൾ എന്നും രാവിലെ നടക്കാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോകുക എന്നതാണ് വെർബ്, വാക്സ് അല്ല വെർബ്. ഓക്കെ, അപ്പൊ ഷീ ഗോസ് നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ അവിടെ ഇപ്പൊ ഗോ ആണോ ഇതുണ്ടത്, അപ്പൊ വാക്സ് ആണോ വരിക? Ma'am, she ഞാൻ walks ഈ every പറഞ്ഞ morning. മലയാളം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി. അവൾ എന്നും രാവിലെ നടക്കാൻ പോകുന്നു. മലയാളം എഴുതി വെക്കൂ. ഓക്കെ, അതില് സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സബ്ജക്ട് എഴുതാം. അവളാണ്, ഷീ ആണ്, ഷീ എഴുതാം. അവൾ എന്നും രാവിലെ നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ അതിലൊരു വെർബ് ഉണ്ട്. ആ വെർബ് ഏതാണ്? ഗോസ്. ഗോസ് ആണ്. പോകുന്നു എന്നാണ് വെർബ്, ഗോസ്. ഷീ ആയതുകൊണ്ട് ഗോസ്. എന്തിനു പോകുന്നു? ടു വാക്ക്. ടു വാക്ക് അല്ല, എന്തിനു വേണ്ടി പോകുന്നു? ഫോർ വാക്കാണോ? For work. നടക്കാൻ വേണ്ടി പോകുന്നു. For walk. She goes for walk. എല്ലാ ദിവസവും രാവിലെ. Every day morning. അല്ലെങ്കിൽ every morning. She goes for a walk in the morning every day എന്ന് പറയും. Okay. She goes for a walk എന്ന് പറയുന്നത് കേട്ടോ. She goes for a walk she goes for a walk in the morning every day. I think every morning എന്ന് പറയാൻ സിമ്പിൾ ആണ്. She goes for a walk every morning. She goes for a walk in every morning. In the morning every day എന്ന് പറയണ്ട, അത് ഒരുമാതിരി കേൾക്കുമ്പോ ഭംഗി വേണം സെന്റൻസിൽ. നമുക്ക് പല ടൈമോ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, she goes for a walk. Walking വേണോ? Walking. വാക്കിംഗ് വേണ്ട, Walk in വേണം. വാക്കിംഗ് എന്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇന്നും വേണമെന്നില്ല. She goes for a walk every morning എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും രാവിലെ എന്നൊരു മീനിങ്ങിലാണ് every morning വരാം. She goes for a walk every morning. അത് മതി, ഇതാണ് നമുക്ക് സെന്റൻസിനെ തിരിച്ചും മറിച്ചും പല രീതിയിലും പറയാം. അതിൽ ബെറ്റർ വേർഷൻ നോക്കിയിട്ട് വേണം എപ്പോഴും പറയാം. She goes for a walk every morning. Yes. Okay. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുറച്ചുകൂടെ നിങ്ങളൊരു കാര്യം ചെയ്യും, കുറെ മലയാളം ഇതേപോലെ മലയാളം സെന്റൻസ് നോക്കിയിട്ട് വരും. സിമ്പിൾ പ്രസന്റിന്റെ ബേസ് ചെയ്തിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കൂടെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതോടുകൂടി നമുക്ക് സിമ്പിൾ പ്രസന്റ് ഒക്കെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഓക്കെ ടീച്ചറെ, നല്ല ക്ലാസ് ആയിരുന്നല്ലേ? ഇഷ്ടമായി? നല്ല ക്ലാസ് ആയിരുന്നു. ഇത് നല്ല ഈസി ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ ആൻസർ. ഇനിയാണ് നമ്മൾ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോഴാണ് മാം നമ്മ സിങ്ക് ആവുന്നത്, മാമും നമ്മളും. പക്ഷെ സിമ്പിൾ പ്രസന്റ് ഈസി തന്നെയാണ്. ഇനി ബാക്കിയുള്ളൊക്കെ കുറച്ച് ടഫ് വരുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, സിമ്പിൾ പ്രസന്റ് ഈസി ആണ്. എല്ലാ ടെൻസ് പഠിച്ചതിന് ശേഷം ഞാൻ സിമ്പിൾ പ്രസന്റ് ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് പറയില്ല. അത് മിക്കവരും തെറ്റിക്കുന്നതാണ്. മിക്കവരും തെറ്റിക്കുന്ന ടെൻസ് ഇതാണ്. ആണോ? ടെൻസ് ഏതാന്ന് മാം? എന്തോ ടഫുള്ള ടെൻസ് ഏതാന്ന്? പെർഫെക്റ്റ്. അപ്പൊ ആരും മിണ്ടൂല. പക്ഷെ മിണ്ടും. സിമ്പിൾ ആണ് പഠിക്കാൻ, പേടിക്കണ്ട. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും, പഠിക്കാതിരിക്കുമ്പോ ടഫായിരിക്കും. നമുക്ക് പഠിക്കാനേ ടെൻസ് നിങ്ങളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചതേ വിടുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ടൈമിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞോട്ടെ?
പറയൂ. അല്ല സോറി, സൈൻ ഓഫ്. എന്നാ ഇവിടെയാണ്. ഓക്കെ പറയൂ. Okay. Today sign off, Safia from Palakkad. Thank you, teacher, for teaching us very well about simple present. Thank you, friends, for discussion. Okay, let's end with a small song. Okay. If you're happy and you know it, clap your hands. If you're happy and you know it, clap your hands. If you're happy and you know it, then your face will surely show it. If you're happy and you know it, clap your hands. If you're happy and you know it, stomp your feet. If you're happy and you know it, stomp your feet. Then your face will surely show it. If you're happy and you know it, stomp your feet. Okay, bye. Okay. Thank you, teacher. Thank you. Thank you all. See you on the next class. Okay, bye. Bye. Bye.